ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ വിശ്വാസ്യതയിലുണ്ടാകുന്ന ചെറിയൊരു സംശയം പോലും ജനങ്ങളുടെ മനസ്സിൽ വലിയ ഒരു രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശേഷിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാലറ്റ് പേപ്പർ സംവിധാനത്തിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ആവശ്യം വീണ്ടും ശക്തമായി ഉയരുന്നത് ഒരു സാധാരണ രാഷ്ട്രീയ മുദ്രാവാക്യം എന്ന നിലയിൽ മാത്രം കാണാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ തെലങ്കാനയിൽ നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ അത് വലിയ ചർച്ചയ്ക്കിടയാക്കിയിരിക്കുകയാണ്. രേവന്ത് റെഡ്ഡി നയിക്കുന്ന കോൺഗ്രസ് ഭരണം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായ തെലങ്കാനയിൽ ബാലറ്റ് പേപ്പർ സംവിധാനത്തിലൂടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒട്ടുമിക്ക വാർഡുകളിലും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരുന്നു. ഇതോടെ ഏറെ നാളുകളായി മിഷൻ ഇടുമ്പോഴും കോൺഗ്രസ് ജയിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു BJPയുടെ വാദം അത് ശരിക്കും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വോട്ടിംഗ് മെഷീൻ സംവിധാനത്തിൽ സംശയമില്ലെങ്കിൽ പിന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ ബാലറ്റ് പേപ്പർ സംവിധാനം പരീക്ഷിക്കുവാൻ എന്താണ് മടി എന്നതാണ് ഇപ്പോൾ പലരും BJPയോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നത്. ഇതേ പശ്ചാത്തലത്തിലാണ് കർണാടകയിലെ അതായത് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും ചർച്ചയാവുന്നത്. അന്ന് DK ശിവകുമാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ കർണാടക തൂത്തുവാരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഫലത്തിൽ കോൺഗ്രസിന് 136 സീറ്റുകളും BJP 66 സീറ്റുകളും കർണാടകയിൽ നേടി. എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെ വാദം എന്ന് പറയുന്നത് ബാലറ്റ് പേപ്പർ സംവിധാനമായിരുന്നുവെങ്കിൽ BJPക്ക് മരുന്നിന് പോലും MLAമാരെ കിട്ടുമായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസ്യതയിലുള്ള സംശയം ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിലുപരിയായി തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചുള്ള വലിയ ആശങ്കയാണ് എന്നതാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യവും ഇതോടൊപ്പം തന്നെ ഉയർത്തിക്കാണിക്കപ്പെടുന്നുണ്ട്. ഹരിയാനയിൽ നയാബ് സിംഗ് സൈനി അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായ ആ ഒരു സാഹചര്യത്തിൽ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ BJPക്ക് അനുകൂലമല്ലായിരുന്നു എന്നുള്ള വിലയിരുത്തലുകൾ അന്നേ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഫലം വന്നപ്പോഴോ ചിത്രം മാറി മറിഞ്ഞു. ഇതോടെ ഇലക്ട്രോണിക് മെഷീനുകളിലെ ഫുൾ ചാർജ് എന്നുള്ള കാര്യം വീണ്ടും വിവാദമായി ഉയരുകയും ചെയ്തിരുന്നു. സാധാരണയായി മുഴുവൻ ദിവസവും വോട്ടിംഗ് നടന്നാൽ ഏതാണ്ട് 20 മുതൽ 40% വരെ ചാർജ് കുറയേണ്ട മെഷീനുകളിൽ പലതും പല സ്ഥലങ്ങളിലും പൂർണ്ണമായ ചാർജോടെയായിരുന്നു എന്നതാണ് അന്ന് ഉയർത്തിയിരുന്ന ആരോപണം. ഇത് സാങ്കേതികമായി വിശദീകരിക്കാവുന്നതാണോ അല്ലെങ്കിൽ കൃത്രിമത്വത്തിൻ്റെ തെളിവാണോ എന്നത് വലിയ ഒരു ചോദ്യമായിരുന്നു അന്ന്. മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ബീഹാറിലുമൊക്കെ ഹിന്ദി ഹൃദയഭൂമിയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജികളിലും ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ പ്രതിപക്ഷ പാർട്ടിയായ സമാജ്വാദി പാർട്ടി നേതാക്കൾ 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മിഷനുകൾക്ക് കാവലിരിക്കുന്നൊരു ഘട്ടമുണ്ടായി. എല്ലായിടത്തും എല്ലാ സമയത്തും കാവലിരിക്കുവാൻ തങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ള ഇന്ത്യ മുന്നണി നേതാക്കളുടെ ചോദ്യം വളരെയധികം പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു. അത് ഒരു ഭരണഘടനാപരമായ ഒരു ആശങ്ക കൂടിയാണ്. ഇതിനിടെയാണ് സുപ്രീം കോടതിയിൽ നടന്ന വാദത്തിനിടെ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് അദ്ദേഹം ബാലറ്റ് പേപ്പർ പരീക്ഷിക്കുവാൻ എന്തിനു മടിക്കണം എന്നുള്ള ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉന്നയിച്ചത് എന്ന് ചില മാധ്യമങ്ങൾ വാർത്തയാക്കുകയാണ്. സുപ്രീം കോടതി മുമ്പാകെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരുവാൻ എന്താണ് തടസ്സമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് വേഗതയും കാര്യക്ഷമതയും ഉറപ്പാക്കാനായിരുന്നു. എന്നാൽ ജനാധിപത്യത്തിൽ വേഗതയേക്കാൾ പ്രധാനപ്പെട്ടത് വിശ്വാസ്യതയാണ്. ഫലം പ്രഖ്യാപിക്കുവാൻ കുറച്ച് ദിവസം അധികം എടുത്താൽ പോലും ജനങ്ങൾ തൻ്റെ വോട്ട് താൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്കാണ് കിട്ടിയത് എന്ന് ഉറപ്പായും വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഇന്ന് ഉയരുന്ന ചോദ്യങ്ങൾ ലഘൂകരിക്കുവാൻ സാധിക്കുന്നതല്ല. വോട്ടിംഗ് മെഷീനിൽ കുത്തിയ വോട്ട് അത് ശരിയായ സ്ഥാനാർത്ഥിക്കാണോ പോകുന്നത് എന്ന സംശയം ജനങ്ങളുടെ മനസ്സിൽ തുടരുന്ന കാലത്തോളം തെരഞ്ഞെടുപ്പ് പ്രക്രിയ പരിപൂർണമായും വിശ്വാസ്യതയോടെ നിലകൊള്ളില്ല. അതിനാൽ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ബാലറ്റ് പേപ്പർ സംവിധാനത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആവശ്യം അവഗണിക്കാൻ പാടില്ല. ഒരു പരീക്ഷണം നടത്തിയാൽ അതിനെന്താണ് നഷ്ടമുള്ളത്? ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായ വിശ്വാസം
കൂടുതൽ ശക്തിപ്പെടുത്താനാവുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരുന്നത് പിന്നോട്ട് പോകലല്ല, മറിച്ച് ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുവാനുള്ള ഒരു മുന്നേറ്റമാണ് എന്ന വാദമാണ് ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയമായി ഉയരുന്നത്. ജനാധിപത്യത്തിൻ്റെ മഹത്വം ഫലത്തിലല്ല, പ്രക്രിയയിൽ തന്നെയാണുള്ളത്. ആ പ്രക്രിയ സംശയാതീതമാകണം. അതിനായി ബാലറ്റ് പേപ്പർ സംവിധാനം പരീക്ഷിക്കുവാൻ എന്താണ് മടി എന്നുള്ള ചോദ്യം ഇനിയും പലയിടങ്ങളിൽ നിന്നും കൂടുതൽ ശക്തമായി ഉയരുവാൻ തന്നെയാണ് സാധ്യത.